കർത്താവേ, സ്തോത്രം 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 ചെയ്യുന്ന കർത്താവ്, ഞങ്ങളുടെ ഈ ബൈബിൾ ക്ലാസ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പ, ഇന്നത്തെ ക്ലാസ് എടുക്കുന്ന കർത്താവിന്റെ അവസാനം ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവമേ കർത്താവിന്റെ ദാസനോടൊന്ന് ബലപ്പെടുത്തണം കർത്താവെ. ദൈവമേ ക്ലാസ്സിലായിരിക്കുന്ന ഓരോ വിദ്യാർത്ഥികളും ഓരോ ദേവദാസന്മാരെ ദൈവമക്കളൊക്കെ നീയോടൊന്ന് അനുഗ്രഹിക്കണം കർത്താവ്. ഞങ്ങളത് കേട്ട് ഗ്രഹിച്ച് കർത്താവ് ദൈവമേ അതിന് പ്രകാരം ജീവിക്കുന്നവരായിരിക്കുവാൻ ഇടന്നൊരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പഠിക്കുന്ന ഓരോ സമയങ്ങളും കർത്താവെ ദൈവമേ 1 മണിക്കൂർ കർത്താവ് ദൈവമേ ദൈവ സാന്നിധ്യത്തിന് മറയിലായിരിക്കുവാൻ ഇവിടെ നിര്യാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവമേ കർത്താവെ ഒരു നെറ്റ്വർക്കിന്റെ ഒരു ഇഷ്യൂസ് ഒന്നും ഉണ്ടാകാതെ വണ്ണം കർത്താവെ നിങ്ങൾ ദൈവമേ ദൈവ സാന്നിധ്യത്തിലായിരിക്കുവാൻ ഇവിടെ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ ഈ ബൈബിൾ ക്ലാസ്സിനെ ഇവിടെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രാർത്ഥിച്ച കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. ദൈവമേ തക്ക സമയത്ത് മറുപടി അയക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവിന്റെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 16-ാം അധ്യായം അവസാനത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ഇന്ന് എത്ര മണിയായാലും അത് തീർക്കണം. 1 മണിക്കൂർ, അടുത്ത 1 മണിക്കൂർ ദൈവത്തിന്റെ ചിറകടിയിലായിരിക്കാനാണ് സൗരി പ്രാർത്ഥിച്ചത്. 1 മണിക്കൂർ ഇപ്പൊ 10 മിനിറ്റൂടെ കൂടുതൽ ഉണ്ടെങ്കിലും ആ സമയം ചിറകടിയിലായിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. ചിലപ്പോൾ അതിന് മുമ്പ് തന്നെ തീർന്നേക്കാം. നമുക്ക് പ്രാർത്ഥനയോടെ 16-ാം അധ്യായത്തിലേക്ക് കഴിഞ്ഞ ആഴ്ച ഒന്ന് ആരംഭിച്ചതാ, നമ്മൾ ഒന്ന് പ്രവേശിക്കാം. 16-ാം അധ്യായത്തിലെ ഒരു വാക്യം നിങ്ങളുടെ പ്രബോധനത്തിനായിട്ട് നിങ്ങളുടെ ശ്രദ്ധയപ്പെടുത്തി. 16-ന്റെ 13-ാം വാക്യം അതാണ് സ്ക്രീനിൽ കാണുന്നത്. ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവീൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവീൻ. നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവീൻ. ഇംഗ്ലീഷ് ഇത് നെറ്റിൽ നിന്ന് എടുത്തൊരു ഇതായതുകൊണ്ട് അതിനെ കംപ്ലീറ്റ് ഇല്ല. വാച്ച്, സ്റ്റാൻഡ് ഫേം ഇൻ ദ ഫെയ്ത്ത്, ബി ബോൾഡ്, ബി സ്ട്രോങ്, ഡു എവറിഥിങ് ഇൻ ലവ്. ഓക്കെ. 16-ാം അധ്യായത്തിൽ വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരം, കളക്ഷൻ ഫോർ ദ സെയിൻസ് ഇൻ യെരുശലേം, പുവർ സെയിൻസ് ഇൻ യെരുശലേം. അവരുടെ മറ്റൊരു സംശയത്തിന് പൗലോസ് ഉത്തരം നൽകുന്നതാണ് 16-ാം അധ്യായത്തിൽ. വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരത്തിന്റെ കാര്യത്തിലോ കൊരിന്തിലുള്ള വിശ്വാസികളുടെ മറ്റൊരു സംശയം 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലും 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലും 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലും ഒക്കെ ഓരോരോ സംശയങ്ങൾക്ക് അദ്ദേഹം ആ സംശയം ഒന്ന് ഉദ്ധരിച്ച ശേഷം മറുപടി പറയുന്നതാണ്. 16-ാം അധ്യായം ആരംഭിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരത്തിന്റെ കാര്യത്തിൽ നിങ്ങളുടെ സംശയത്തിന് ഞാൻ ചില വ്യക്തത വരുത്തുവാൻ ആഗ്രഹിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരം സംസാരിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായത്തിൽ, പ്രവൃത്തിയുടെ പുസ്തകം 11-ാം അധ്യായത്തിൽ 27 മുതലുള്ള ചില വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. ആ കാലത്ത് യെരുശലേമിൽ നിന്ന് പ്രവാചകന്മാർ അന്ത്യോക്യയിലേക്ക് വന്നു. അവരിൽ അഗബോസ് എന്ന പേരുള്ള ഒരുവൻ എഴുന്നേറ്റ് ലോകത്തിലൊക്കെയും മഹാക്ഷാമം ഉണ്ടാകുമെന്ന് ആത്മാവിൽ പ്രവചിച്ചു. അത് ക്ലൗദ്യോസിന്റെ കാലത്ത് സംഭവിച്ചു. അപ്പോൾ യഹൂദിയയിൽ പാർക്കുന്ന സഹോദരന്മാരുടെ ഉദവിക്കായി ശിഷ്യന്മാരിൽ ഓരോരുത്തൻ പ്രാപ്തി പോലെ കൊടുത്തയപ്പാൻ നിശ്ചയിച്ചു. അവർ അത് നടത്തി ബർന്നബാസിന്റെയും ശൗലിന്റെയും കയ്യിൽ മൂപ്പന്മാർക്ക് കൊടുത്തയച്ചു. അഗബോസ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ അന്ത്യോക്യയിലേക്ക്, യെരുശലേമിൽ നിന്നും അന്ത്യോക്യയിലേക്ക് വരുന്നു. അന്ത്യോക്യയിലുള്ള ക്രിസ്തീയ സമൂഹം, അന്ത്യോക്യ നമുക്കറിയാം, ആദ്യമായിട്ട് ക്രിസ്ത്യാനി എന്നുള്ള പേര് ഉണ്ടായതായി കാണുന്നത് അന്ത്യോക്യയിൽ വെച്ചാണ്. അന്ത്യോക്യ, സിറിയയിലെ അന്ത്യോക്യ, വേറെയും അന്ത്യോക്യയുണ്ട്. സിറിയയിലെ അന്ത്യോക്യയിൽ വെച്ച് അവിടെ നിന്നാണ് പൗലോസും ബർന്നബാസും തങ്ങളുടെ മിഷണറി ജേർണീസ് ആരംഭിക്കുന്നത്. അപ്പോൾ അഗബോസ് മുൻപ് അദ്ദേഹം പ്രവചിച്ച് പൗലോസ് യെരുശലേമിൽ വെച്ച് തടവിലാക്കപ്പെടുമെന്ന് പിന്നീട് ഒരു അവസരത്തിൽ 21-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 21-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പൗലോസിനോട് നീ ഇവണ്ണം തടവിലാക്കപ്പെടുമെന്ന് അഗബോസ് പ്രവചിച്ചിട്ടുണ്ട്.
നല്ല ഒരു പ്രവാചകനാണ്. അക്കാലത്തെ അറിയപ്പെടുന്ന, അംഗീകരിക്കപ്പെടുന്ന ഒരു പ്രവാചകനായിരുന്നു. ക്ലോഡിയസ് സീസർ എന്ന് പറയുന്ന റോമൻ ഭരണാധികാരി, ക്ലോഡിയസ് സീസർ ആണ് ക്ലൗദിയോസ് കൈസർ, ക്ലൗദിയോസ് കൈസർ അല്ലെങ്കിൽ ക്ലോഡിയസ് സീസർ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന റോമൻ ഭരണാധികാരി 41 മുതൽ 54 വരെയുള്ള AD 41 മുതൽ 54 വരെയുള്ള കാലഘട്ടത്തിൽ ക്ലോഡിയസ് സീസർ ഭരിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായ പല സംഭവങ്ങൾ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. പ്രവർത്തനങ്ങളുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, റോമിൽ നിന്നും യഹൂദന്മാരെ പുറത്താക്കി. അങ്ങനെയാണ് അക്വിലായും പ്രിസ്കില്ലായും കൊരിന്തിലേക്ക് വരുന്നത്. അത് സംഭവിക്കുന്നതും ക്ലോഡിയസ് സീസറിന്റെ കാലഘട്ടത്തിലാണ്. 18-ാം അധ്യായം. അനന്തരം അവൻ അതേനെ വിട്ട് കൊരിന്തിൽ ചെന്നു. യഹൂദന്മാർ എല്ലാവരും റോമാ നഗരം വിട്ട് പോകണമെന്ന് ക്ലൗദിയോസ് കൽപ്പിച്ചത് കൊണ്ട് ഇറ്റലിയിൽ നിന്ന് ആ ഇടയ്ക്ക് വന്നവനായ പൊന്തോസുകാരൻ അക്വിലാസ് എന്ന പേരുള്ള ഒരു യഹൂദനെ അവന്റെ ഭാര്യ പ്രിസ്കില്ലയെയും കണ്ടു. അവരുടെ അടുക്കൽ ചെന്നു. തൊഴിലൊന്നാകൊണ്ട് അവൻ അവരോട് കൂടെ പാർത്ത് വേല ചെയ്തു പോന്നു. ഈ ക്ലോഡിയസ് സീസറിന്റെ കാലഘട്ടത്തിൽ നടന്ന ചില സംഭവങ്ങൾ റോമൻ ചരിത്രകാരന്മാരായിരുന്ന ടാസിറ്റസ്, ട്യൂട്ടോണിയസ് എന്നിവര് തങ്ങളുടെ രചനകളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്ലൗദിയോസിന്റെ ഭരണകാലഘട്ടത്തിൽ അല്ലെങ്കിൽ ക്ലോഡിയസ് സീസറിന്റെ ഭരണകാലഘട്ടത്തിൽ റോമിൽ ക്രിസ്റ്റോസ് എന്ന് പറയുന്ന ഒരാളുടെ പേരിൽ യഹൂദന്മാർക്കിടയിൽ വലിയ കലാപങ്ങൾ ഉണ്ടായതായിട്ട് സ്യൂട്ടോണിയസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ കലാപങ്ങൾ ഉണ്ടായപ്പോൾ യഹൂദന്മാരെ ആകമാനം റോമിൽ നിന്നും പുറത്താക്കി. അങ്ങനെയാണ് ക്ലൗദിയോസിന്റെ കാലഘട്ടത്തിൽ അക്വിലായും പ്രിസ്കില്ല തുടങ്ങിയ യഹൂദന്മാർ റോം വിട്ട് പോരേണ്ടി വന്നത്. ഇവിടെ അഗബോസ് പ്രവചിച്ചതായ മഹാക്ഷാമം ഉണ്ടാകുന്നത് ക്ലൗദിയോസിന്റെ ഭരണകാലത്താണ്. യഹൂദ ചരിത്രകാരനായിരുന്ന ഫ്ലേവിയസ് യോസിഫസ് 44-46 AD കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു മഹാക്ഷാമം യെരുശലേമിൽ ഉണ്ടായതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആന്റിക്വിറ്റീസ് ഓഫ് ജ്യൂസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ രചനയിൽ യോസിഫസ് അതിന്റെ ബുക്ക് വോളിയം 20 ചാപ്റ്റേഴ്സ് 2 and 5 അവിടെ 44-46 AD കാലഘട്ടത്തിൽ യെരുശലേമിൽ ഒരു വലിയ ക്ഷാമം ഉണ്ടായതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആ രചനയിൽ അദിയാബനെ എന്ന് പറയുന്ന ചെറിയ രാജ്യത്തിൽ, അദിയാബന എന്ന് പറയുന്ന നോർത്തേൺ മെസപ്പൊട്ടോമിയയാണ്, നോർത്തേൺ മെസപ്പൊട്ടോമിയയിൽ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ്. നിനവയ്ക്ക് അല്പം തെക്ക് കിഴക്കായിട്ട് അല്ലെങ്കിൽ നിനവെ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന അദിയാബന എന്ന് പറയുന്ന നോർത്തേൺ മെസപ്പൊട്ടോമിയയിൽ ഉണ്ടായിരുന്ന ഒരു പ്രദേശം. അദിയാബനയിലെ രാജ്ഞിയായിരുന്ന ഹെലന, അവരുടെ മകനായിരുന്ന ഇസാറ്റേസ് എന്ന് പറയുന്ന രാജാവ്, ഇവർ യെരുശലേമിലുള്ള യഹൂദന്മാർക്ക് ഭക്ഷണ സാമഗ്രികളും സമ്പത്തും എത്തിച്ചു കൊടുത്തതായിട്ട് പറയുന്നുണ്ട്. ഈ ഹെലന എന്ന് പറയുന്ന രാജ്ഞി യഹൂദ മതാനുസാരിയായിരുന്നു. ആ കാലത്ത് ജാതികളിൽ നിന്നും ചിലർ യഹൂദ മതാനുസാരികളായി പ്രോസലൈറ്റ് ജ്യൂസ് ആയിട്ട് തീർന്നിട്ടുണ്ട്. അങ്ങനെ യഹൂദ മതാനുസാരിയായിരുന്ന ഹെലന യെരുശലേമിൽ എത്തിയതിനെ കുറിച്ച് യോസിഫസ് പറയുന്നത്, അവിടെ ഭക്ഷണം കിട്ടാതെ ആളുകൾ പട്ടിണി കിടക്കുന്നതും പലരും മരിക്കുന്നതും കണ്ട രാജ്ഞി ധാന്യം വാങ്ങാൻ ഈജിപ്തിലെ അലക്സാണ്ട്രിയയിലേക്കും ഉണങ്ങിയ അത്തിപ്പഴത്തിനായി സൈപ്രസിലേക്കും ദാസന്മാരെ അയച്ചു. അങ്ങനെ വരുത്തിയ ധാന്യവും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ അവർ യെരുശലേമിലെ പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്തതായിട്ട് യോസിഫസ് തന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെലനയുടെ മകനായിരുന്ന അദിയാബനയിലെ രാജാവായ ഇസാറ്റസ് ക്ഷാമത്തെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഭക്ഷണം വാങ്ങി വിതരണം ചെയ്യുവാൻ
യെരുശലേമിലെ യഹൂദ നേതാക്കന്മാർക്ക് ധാരാളം പണം അയച്ചതായിട്ട് യോസേഫസ് പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ യോസേഫസിന്റെ രചന ഇതാണ്. നമ്മുടെ ബൈബിളിന്റെ ഒരു പ്രത്യേകത ചരിത്രവുമായിട്ട് വളരെ ചേർന്ന് പോകുന്നതാണ്. കാരണം ഇത് യാഥാർത്ഥ്യമാണ്. ഇതൊരു മിത്തോളജി അല്ല, കെട്ടുകഥകളല്ല. അതുകൊണ്ട് ഇതിലെ പറഞ്ഞിരിക്കുന്നതെല്ലാം ചരിത്രവുമായി ചേർന്ന് പോകുന്ന കാര്യങ്ങളാണ്. യോസേഫസ് മാത്രമല്ല, ഞാൻ മുൻപേ പറഞ്ഞല്ലോ, മറ്റു ചില ചരിത്രകാരന്മാർ യെരുശലേമിൽ മാത്രം ഒരു ക്ഷാമം ഉണ്ടായതിനെ കുറിച്ച് അവർ പ്രത്യേകമായി പരാമർശിക്കുന്നില്ലെങ്കിൽ റോമൻ സാമ്രാജ്യത്തിൽ പലയിടത്തും ക്ഷാമമുണ്ടായതായിട്ട്, ഈ കാലഘട്ടത്തിൽ ക്ഷാമമുണ്ടായതായിട്ട്, ക്ലൗദിയോസിന്റെ ഭരണകാലത്ത് ഉണ്ടായ പൊതുവായ ഭക്ഷ്യക്ഷാമത്തെ കുറിച്ച് അവരുടെ രചനകളിൽ പരാമർശിക്കുന്നുണ്ട്. സ്യൂട്ടോണിയസ് എന്ന് പറയുന്ന റോമൻ ചരിത്രകാരൻ ലൈഫ് ഓഫ് ക്ലോഡിയസ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 18-ാം അധ്യായത്തിൽ അത് നല്ല വ്യക്തമായി പറയുന്നുണ്ട്. ക്ലൗദിയോസിന്റെ ജീവചരിത്രം അധ്യായം 18. റോമാ സാമ്രാജ്യത്തിലെങ്കും തുടർച്ചയായ വിളവ് കുറവ്, ധാന്യക്ഷാമം ഉണ്ടായി എന്നും അത് നിമിത്തം പല കലാപങ്ങൾ ഉണ്ടായതായിട്ടും സ്യൂട്ടോണിയസ് പറയുന്നുണ്ട്. കൂടാതെ ടാസിറ്റസ് എന്ന് പറയുന്ന ചരിത്രകാരൻ അനാൾസ് വാർഷിക വൃത്താന്തങ്ങൾ എന്ന് പറയുന്ന രചനയിൽ 11-12 പുസ്തകങ്ങളിൽ ക്ലൗദിയോസിന്റെ ഭരണകാലത്ത് റോമിലും മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലും ഇങ്ങനെ വലിയ ക്ഷാമം ഉണ്ടായതിനെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഞാന് ദൈവവചനം അത് എത്ര കൃത്യമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നതെന്നൊന്ന് ചിന്തിക്കേണ്ടതിന് വേണ്ടി ഇത് മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ബൈബിൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ്. അപ്പോൾ ഈ അഗബോസ് പ്രവചിച്ചതായ മഹാക്ഷാമം ഉണ്ടാകുമ്പോൾ യെരുശലേമിലെ ദരിദ്രരായ വിശ്വാസികൾക്ക് വേണ്ടി സഹായം എത്തിക്കുവാൻ പൗലോസ്, ബർന്നബാസ് ഇവരൊക്കെ ഉത്സാഹിച്ചിരുന്നു. കാരണം നമ്മൾ ഗലാത്യ ലേഖനം 2:9-10 വാക്യങ്ങൾ ഒരാള് ഒന്ന് വായിക്കുമെങ്കിൽ വായിക്കാം. ഗലാത്യ 2:9-10. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ. എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞുകൊണ്ട് തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും കേഫാവും യോഹന്നാനും ഞങ്ങൾ ജാതികളുടെ ഇടയിലും അവർ പരിച്ഛേദനക്കാരുടെ ഇടയിലും സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണം എനിക്കും ബർന്നബാസിനും കൂട്ടായ്മയുടെ വലങ്കൈ തന്നു. ദരിദ്രരെ ഞങ്ങൾ ഓർത്തുകൊള്ളണം എന്ന് മാത്രം അവർ പറഞ്ഞു. അങ്ങനെ ചെയ്യുവാൻ ഞാൻ ഉത്സാഹിച്ചുമിരിക്കുന്നു. നോക്കൂ, പൗലോസിനും ബർന്നബാസിനും ജാതികളുടെ ഇടയിൽ ശുശ്രൂഷിപ്പാനായിട്ട് അന്നത്തെ അപ്പോസ്തലന്മാരുടെ ഇടയിൽ പ്രധാനികളായിരുന്ന യാക്കോബ്, പത്രോസ്, യോഹന്നാൻ, യോഹന്നാൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. അറിയാൻ വയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ. അരമായിക് ഭാഷയിൽ കേഫാവ് എന്ന്, ഗ്രീക്ക് ഭാഷയിൽ പെട്രോസ് എന്നും പറയുന്ന കർത്താവ് ശിമോൻ എന്ന് പറയുന്ന അപ്പോസ്തലന് കൊടുത്ത പേരാണ് കേഫാവ് അല്ലെങ്കിൽ പത്രോസ് എന്ന് പറയുന്നത്. അപ്പം കേഫാവ്, യോഹന്നാന്, യാക്കോബ് ഇവര് പ്രത്യേകം ഒരു നിർദ്ദേശം കൊടുത്തു: ദരിദ്രരെ ഓർത്തുകൊള്ളണം. അങ്ങനെ പ്രമാണികളായിരുന്ന, തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന അപ്പോസ്തലന്മാർ പറഞ്ഞത് പ്രകാരം ചെയ്യുവാൻ പൗലോസും ബർന്നബാസും ഒക്കെ ഉത്സാഹിച്ചു. അപ്പോസ്തലപ്രവൃത്തി 11-ാം അധ്യായത്തിൽ മുമ്പേ പറഞ്ഞ കാര്യം, അവിടെ ബർന്നബാസും ശൗലും അന്ത്യോക്യയിൽ നിന്നും യെരുശലേമിലേക്ക് ധർമ്മശേഖരം കൊണ്ടുവന്നിരുന്നുവെന്ന് വെളിവാക്കുന്നതാണ്. അവരുടെ മിഷണറി യാത്രകൾക്ക് മുൻപായിട്ട്, ആദ്യത്തെ മിഷണറി യാത്രയ്ക്ക് മുൻപായിട്ട് അന്ത്യോക്യയിൽ നിന്നും പൗലോസും ബർന്നബാസും യെരുശലേമിലേക്ക് ധർമ്മശേഖരം കൊണ്ടുവന്നു. ആ പ്രവൃത്തി തുടർന്നുള്ള തങ്ങളുടെ മിഷണറി യാത്രകളിലും പൗലോസ് പ്രത്യേകം ശ്രദ്ധ കാട്ടിയിരുന്നു. യെരുശലേമിലെ വിശുദ്ധന്മാർക്ക് വേണ്ടി ധർമ്മശേഖരം കൊണ്ടുവരിക. റോമർക്ക് പൗലോസ് ലേഖനം എഴുതുന്നത്
കൊരിന്തിൽ നിന്നാണ്. നമുക്കറിയാം കൊരിന്തിൽ നിന്നാണ്. റോമാലേഖനം 15 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു: ഇപ്പോഴോ ഞാൻ വിശുദ്ധന്മാർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ യെരൂശലേമിലേക്ക് യാത്രയാകുന്നു. യെരൂശലേമിലെ വിശുദ്ധന്മാരിൽ ദരിദ്രരായവർക്ക് ഏതാനും ധർമ്മോപകാരം ചെയ്യുവാൻ മക്കതോനിയയിലും അക്കായയിലും ഉള്ളവർക്ക് ഇഷ്ടം തോന്നി. മക്കതോനിയയിലുള്ള ചില സഭകളുടെ പേര് ഒന്ന് പറയുവാൻ സാധിക്കുമോ? മക്കതോനിയയിലുള്ള സഭകൾ, മക്കതോനിയയിലുള്ള സഭകൾ 2-3 സഭകളുടെ പേരെടുത്ത് പറയുന്നുണ്ട്. ഫിലിപ്പിയ സഭ, തെസ്സലോനിക്ക സഭ, കൂട്ടത്തിലേക്ക് പ്രായം കൂടിയ വ്യക്തിയാണ് ഇപ്പോൾ ആ ഉത്തരം പറഞ്ഞത് ചോദിച്ചാൽ. ഫിലിപ്പിയയിലുള്ള സഭ, മക്കതോനിയ സഭ, മക്കതോനിയയിലുള്ള ഒരു പ്രധാനപ്പെട്ട സഭയാണ് ഫിലിപ്പിയയിലുള്ള സഭ. അവരെ പറ്റി പൗലോസ് ഫിലിപ്പർക്ക് ലേഖനം എഴുതുമ്പോൾ 4-ാം അധ്യായത്തിൽ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. 4-ാം അധ്യായത്തിൽ 15-ാം വാക്യത്തിൽ, ഫിലിപ്പിയരെ, സുവിശേഷ ഘോഷണത്തിന്റെ ആരംഭത്തിൽ ഞാൻ മക്കതോനിയയിൽ നിന്ന് പുറപ്പെട്ടാറെ നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവുചെലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. തെസ്സലോനിക്കയിലും എന്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ നിങ്ങൾ 1-2 വട്ടം അയച്ചു തന്നുവല്ലോ. അപ്പോൾ ഫിലിപ്പിയ സഭ ഒരു വളരെ ബുദ്ധിമുട്ടിൽ കൂടെ കടന്നുപോയൊരു സഭയാണ്. തങ്ങളുടെ ദാരിദ്ര്യത്തിലും അവർ കർത്താവിന്റെ വേലയ്ക്ക് കൈത്താങ്ങൽ കൊടുക്കുവാൻ ഉത്സാഹിച്ചവരാണ്. അപ്പോൾ ഫിലിപ്പിയയിലുള്ള സഭ, മക്കതോനിയയിലുള്ള മറ്റു സഭകളാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത്, തെസ്സലോനിക്ക, ബെറോവ തുടങ്ങിയ സഭകൾ. ഇനി അക്കായയിലുള്ള സഭകളുടെ പേര് ആരെങ്കിലും പറയുമോ? അക്കായയിലുള്ള ചില സഭകൾ, അക്കായയിലുള്ള ഒരു സഭയുടെ പേര് പറ. എന്റെ പ്രിയരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊരിന്ത് എന്ന് പറയുന്ന പട്ടണം അക്കായയിലാണ്. പൗലോസ് മക്കതോനിയയില് ആ മിഷണറി യാത്രയൊക്കെ ഇത്രയും വിശദമായി കാണിച്ച് മാപ്പൊക്കെ കാണിച്ചതെല്ലാം മറന്നുപോയി. മാപ്പൊക്കെ നിങ്ങളുടെ മനസ്സിൽ ആ ചിത്രം കിടക്കണം. പൗലോസ് തന്റെ 2-ാമത്തെ മിഷണറി യാത്രയിൽ ത്രോവാസിലായിരിക്കുമ്പോൾ മക്കതോനിയക്കാരനായ ഒരുത്തൻ വന്ന് ഞങ്ങളെ സഹായിക്കാനായിട്ട് പറയുന്ന ദർശനം കാണുന്നു. പിന്നെ അവിടെ നിന്ന് താൻ കപ്പൽ കയറി താൻ യാത്ര ചെയ്ത് നിയോപ്പൊളിസ് അഥവാ നവപ്പൊലിയിലെത്തുന്നു. നവപ്പൊലിയിൽ നിന്ന് ഫിലിപ്പിയിലെത്തുന്നു. ഫിലിപ്പിയിൽ വെച്ചല്ലേ ആദ്യം നമ്മുടെ ലുദിയായെ കാണുന്നതും ആ സംഭവങ്ങളും, പിന്നെ കാരാഗ്രഹ പ്രമാണിയുടെ സംഭവം, പിന്നെ വെളിച്ചപ്പാടത്തി പെണ്ണിന്റെ ആ സംഭവം, അതിനുശേഷം കാരാഗ്രഹ പ്രമാണിയുടെ സംഭവം ഒക്കെ നമ്മൾ പഠിച്ചു. അവിടെ നിന്ന് പിന്നെ തെസ്സലോനിക്കയിലെത്തുന്നു. അംഫിപ്പൊലിസിലും അപ്പല്ലോനിലും കൂടെ യാത്ര ചെയ്ത് തെസ്സലോനിക്കയിലെത്തുന്നു. തെസ്സലോനിക്കയിൽ നിന്നും പിന്നെ ബെറോവയിലെത്തുന്നു. ബെറോവയിൽ നിന്നും പിന്നെ അഥേനയിലെത്തുന്നു. അഥേന എന്ന് പറയുന്നത് അക്കായയിലാണ്. അക്കായയിലുള്ള അഥേനയിൽ നിന്നും പിന്നെ കൊരിന്തിലെത്തുന്നു. കൊരിന്തിന് സമീപം കെങ്ക്രയിലേക്ക് പോകുന്നു. ഇതെല്ലാം മാപ്പ് ചിത്രം കാണിച്ച് പഠിപ്പിച്ചിട്ടുള്ളതാണ്, ഓർത്തിരിക്കേണ്ടതാണ്. അപ്പൊ ഇവിടേക്ക് പറഞ്ഞു വരാം. റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് മക്കതോനിയയിലും അക്കായയിലുള്ളവർക്ക്, യെരൂശലേമിലെ വിശുദ്ധന്മാരിൽ ദരിദ്രരായവർക്ക് ധർമ്മോപകാരം ചെയ്യുവാൻ ഇഷ്ടം തോന്നി. അദ്ദേഹം പറയുകയാണ്, റോമാലേഖനത്തിൽ മടങ്ങി വരിക 15-25 മുതലുള്ള വാക്യങ്ങളാണ്. 27-ാം വാക്യത്തിൽ പറയുന്നു, അവർക്ക് ഇഷ്ടം തോന്നി എന്ന് മാത്രമല്ല, അത് അവർക്ക് കടവുമാകുന്നു. ജാതികൾ അവരുടെ ആത്മീക നന്മകളിൽ കൂട്ടാളി ആയെങ്കിൽ ഐഹിക നന്മകളിൽ അവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ കടംപെട്ടിരിക്കുന്നുവല്ലോ. നോക്കൂ, കൊരിന്തിൽ നിന്നും പൗലോസ് റോമിലുള്ളവർക്ക് എഴുതുമ്പോൾ യെരൂശലേമിലെ വിശുദ്ധന്മാരിൽ ദരിദ്രരായവർക്ക് ധർമ്മോപകാരം ചെയ്യുവാൻ മക്കതോനിയയിലും അക്കായയിലുള്ളവർ ഉത്സാഹിച്ചുവെന്ന് അവരെ അറിയിക്കുകയാണ്. മക്കതോനിയ അക്കായ പ്രവിശ്യകളിൽ താമസിച്ചിരുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ വിശുദ്ധന്മാരിൽ അധികവും ജാതികളിൽ നിന്നുള്ളവരായിരുന്നു. യഹൂദന്മാരും ചുരുക്കം ആയിട്ട്, ഫിലിപ്പി ഒഴികെയുള്ള മറ്റു പട്ടണങ്ങളിൽ യഹൂദന്മാരും ഉണ്ടായിരുന്നു. പക്ഷെ യഹൂദന്മാരൊരു മൈനോറിറ്റി ആയിരുന്നു. റോമിലും അതുപോലെ തന്നെ ജാതികളിൽ നിന്നും വിശ്വാസം സ്വീകരിച്ചവരായിരുന്നു അധികമായി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് റോമാക്കാർക്ക് എഴുതുമ്പോൾ പറയുകയാണ്, ജാതികൾ യഹൂദന്മാരുടെ ആത്മീക നന്മകളിൽ കൂട്ടാളികളായെങ്കിൽ ഐഹിക നന്മകളിൽ ജാതികൾ യഹൂദന്മാർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ കടംപെട്ടിരിക്കുന്നു. ജാതികളിൽ നിന്ന് രക്ഷ പ്രാപിച്ചവരെ
ഇങ്ങനെ ചെയ്യുവാൻ അദ്ദേഹം ഉത്സാഹിപ്പിക്കുകയാണ്. തുടർന്ന് താഴോട്ട് 16-ാം അധ്യായത്തിന്റെ താഴോട്ടുള്ള ഭാഗം വായിക്കുമ്പോൾ ധർമ്മശേഖരത്തിന്റെ കാര്യത്തിൽ പാലിക്കേണ്ട ചില മര്യാദകൾ പൗലോസ് പറയുകയാണ്. 16-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ട്. 16-ന്റെ 1 മുതൽ 4 വരെ. വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരത്തിന്റെ കാര്യത്തിലോ ഞാൻ ഗലാത്യ സഭകളോട് ആജ്ഞാപിച്ചതുപോലെ നിങ്ങളും ചെയ്യുവേൻ. ഞാൻ വന്ന ശേഷം മാത്രം ശേഖരം ഉണ്ടാകാതിരിക്കേണ്ടതിന് ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ തോറും നിങ്ങളിൽ ഓരോരുത്തരും തനിക്ക് കഴിവുള്ളത് ചരദിച്ച് തന്റെ പക്കൽ വച്ചുകൊള്ളണം. ഞാൻ എത്തിയ ശേഷം നിങ്ങളുടെ ധർമ്മം യെരൂശലേമിലേക്ക് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സമ്മതമുള്ളവരെ ഞാൻ എഴുത്തോടുകൂടെ അയക്കും. ഞാനും പോകുവാൻ തക്കവണ്ണം അത് യോഗ്യമായിരുന്നാൽ അവർക്ക് എന്നോട് കൂടി പോരാ. ഇനി 14-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചേ. നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവേൻ. നോക്കൂ, ധർമ്മോപകാരങ്ങൾ ചെയ്യുന്ന അല്ലെ ധർമ്മശേഖരത്തിന്റെ കാര്യത്തിൽ പാലിക്കേണ്ട മര്യാദകൾ, ചില നിർദ്ദേശങ്ങൾ നാം ഈ വായിച്ച വചനഭാഗങ്ങളിൽ നമ്മൾ കാണുന്ന അതാണ്. പൗലോസ് പറയുകയാണ്, നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും ധർമ്മശേഖരത്തിന്റെ കാര്യത്തിലുള്ള ഞാൻ ഗലാത്യ സഭയോട് ആജ്ഞാപിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. ഞാൻ വന്ന ശേഷം മാത്രം ശേഖരം ഉണ്ടാകാതിരിപ്പാൻ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ തോറും നിങ്ങളിൽ ഓരോരുത്തരും തനിക്ക് കഴിവുള്ളത് ചരദിച്ചു വെപ്പീൻ. അപ്പോൾ സഭായോഗത്തിനായി കൂടി വരുമ്പോൾ, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അവർ കൂടി വരുമ്പോൾ, ഈ നാളുകൾ ചോദിക്കുന്നുണ്ട്, ഈ 1-ാം നാൾ തന്നെ കൂടി വരുവാനെന്ന് തെളിവുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അവര് എപ്പോഴും കൂടി വരുമായിരുന്നു. പക്ഷെ ഇത് പ്രധാനപ്പെട്ട ഒരു ദിവസമായി ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ സഭായോഗമായി കൂടി വരുന്ന പതിവ് ആദ്യകാലം മുതൽ ഉണ്ടായിരുന്നു. അങ്ങനെ കൂടി വരുമ്പോൾ അവരുടെ പക്കലുള്ളത് അവരെ കൊണ്ടുവരണമെന്നും ചരദിച്ചു വെക്കണമെന്നും പൗലോസ് അവർക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്. രണ്ടാമത് അവരോട് പറയുന്നത്, ഓരോരുത്തരും അവനവന്റെ കഴിവിനൊത്തതുപോലെ കൊണ്ടുവരണം. നമുക്കറിയാം, വിധവയുടെ വെള്ളിക്കാശ് കണ്ടിട്ട് കർത്താവ് അതിൽ പ്രസാദിച്ചത്. അപ്പം വലിപ്പമല്ല, പ്രാപ്തിക്കൊത്തവണ്ണം. എത്ര കൂടുതൽ ചെയ്തു എന്നുള്ളതല്ല, ആ വിധവ കൊടുക്കുമ്പോൾ അവളുടെ പ്രാപ്തിക്ക് ഉപരിയായിട്ട് അവൾ ചെയ്യുകയായിരുന്നു. എന്നാൽ അവൾ ഇടുമ്പോൾ 2 വെള്ളിക്കാശ് ഇടുമ്പോൾ അതിനേക്കാൾ ഏറെ ഇടുന്ന ആളുകൾ അവിടെ ആ ആലയത്തിൽ വന്നിരിക്കാം. പക്ഷെ ആ വിധവ തന്റെ പ്രാപ്തിക്ക് ഉപരിയായി ചെയ്യുകയായിരുന്നു. അതുപോലെ ഓരോ വിശ്വാസികളും തങ്ങളുടെ കഴിവിനൊത്തതുപോലെ ദരിദ്രരായ വിശ്വാസികളെ സഹായിക്കുവാൻ, ഉത്സാഹിക്കുവാൻ പൗലോസ് പ്രബോധിപ്പിക്കുകയാണ്. നാം മറ്റുള്ളവരുടെ വിഷമതകളിൽ സഹായിപ്പാൻ ഉത്സാഹിക്കുന്നവരാകണം. അപ്പോൾ തന്നെ സഹവിശ്വാസികൾക്ക് നന്മ ചെയ്യുവാൻ അധികമായി ഉത്സാഹിക്കണം. സമൂഹത്തിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ നമ്മൾ ഉത്സാഹിക്കണം. അത് ജാതിയും മതവും ഒന്നും നോക്കാതെ ചെയ്യുന്നത് നന്നായിരിക്കും. നല്ല സാക്ഷ്യമുണ്ടായാൽ അത് നമുക്ക് സുവിശേഷീകരണത്തിന് അതൊരു വാതിലായി തീരുകയും ചെയ്യും. അപ്പോൾ തന്നെ ഒരു കാര്യം നാം മറന്നു പോകരുത്, സഹവിശ്വാസികൾക്ക് ഗലാത്യ ലേഖനം 6:10 പൗലോസ് പറയുന്നുണ്ട്, ആകയാൽ അവസരം കിട്ടുമ്പോൾ നാം എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്ക് നന്മ ചെയ്യുക. നമ്മുടെ കൂട്ടുവിശ്വാസികളെ കുറിച്ച് നമുക്ക് കൺസേൺ ഉണ്ടായിരിക്കണം. അത് ഓരോരുത്തരും അവനവന്റെ കഴിവിനൊത്തവണ്ണം ചെയ്യുകയും വേണം. മൂന്നാമത് പൗലോസ് അവിടെ 3-ാം വാക്യത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എത്തിയ ശേഷം നിങ്ങളുടെ ധർമ്മം യെരൂശലേമിലേക്ക് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സമ്മതമുള്ളവരെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള അല്ലെങ്കിൽ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയെ ഞാൻ എഴുത്തോടു കൂടെ അയക്കും. തീത്തോസിനെ പൗലോസ് അയച്ചതായിട്ടാണ് നമുക്ക് ചരിത്രം മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്.
ആ ചുമതലകളൊക്കെ തീത്തോസിനെയായിരുന്നു പൗലോസ് ഏൽപ്പിച്ചതായി കാണുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 8-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങളിൽ പറയുന്നു, ഞങ്ങൾ നടത്തി വരുന്ന ഈ ധർമ്മശേഖരത്തിന്റെ കാര്യത്തിൽ ആരും ഞങ്ങളെ അപവാദം പറയാതിരിക്കാൻ സൂക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ കർത്താവിന്റെ മുൻപാകെ മാത്രമല്ല മനുഷ്യരുടെ മുൻപാകെയും യോഗ്യമായത് മുൻകരുതുന്നു. ഏറ്റവും ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയം. നമ്മൾ ദൈവം മുൻപാകെ നമുക്ക് ഉള്ള അവസ്ഥ ബോധിപ്പിക്കാൻ ബുദ്ധിമുട്ടില്ല. എന്നാൽ മനുഷ്യരുടെ മുൻപാകെ വിരോധികൾക്ക് അപവാദം പറയുവാൻ അവസരം നൽകാതെ ശ്രദ്ധയോടെ കൂടി കാര്യങ്ങൾ ചെയ്യണം. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ കണക്ക് ഒക്കെ നോക്കണം. ഈ കാര്യങ്ങളൊക്കെ ഈ കാലഘട്ടത്തിലും സഭകളിലും മറ്റ് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. കണക്ക് വിവരങ്ങൾ കൃത്യമായി സൂക്ഷിക്കണം. നാലാമത് പറഞ്ഞിരിക്കുന്നത് 14-ാം വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ. പലപ്പോഴും നമ്മൾ പലതും കൊടുക്കുമ്പോൾ, ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, നേരം വിളക്കുമ്പോൾ അതൊക്കെ ഗേറ്റിന്റെ അവിടെ മണിയടിക്കുന്നു, കഥ തുറക്കുമ്പോൾ കാണുന്നത് രാഷ്ട്രീയക്കാരൻ പിരിവിന് വന്ന് നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും സന്തോഷത്തോടുകൂടെ അവർക്ക് പണം കൊടുക്കുമെന്ന്. പിന്നെന്താണ്, നിർബന്ധ നിമിത്തം ഒരു സമൂഹത്തിൽ ജീവിക്കുന്നതുകൊണ്ട് ചിലതൊക്കെ ചെയ്തെന്ന് വരും. എന്നാൽ അങ്ങനെയല്ല, വിശുദ്ധന്മാർക്ക് വേണ്ടി ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ, ഉപകാരങ്ങളൊക്കെ സ്നേഹത്തിൽ നിന്നും ചെയ്യുന്നതായിരിക്കണം. അതിന് പ്രചോദനം സ്നേഹമായിരിക്കണമെന്ന് പൗലോസ് പ്രബോധിപ്പിക്കുകയാണ്. സാറേ സൗണ്ട് ഇല്ല. ആർക്കെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഇല്ല, ഞങ്ങൾക്ക് അപ്പം എബി അതൊന്ന് എബിയാൻ തോന്നുന്നു ആദ്യ സൗണ്ടില്ലെന്ന് പറഞ്ഞ അദ്ദേഹം ഒന്ന് ലീവ് ചെയ്തിട്ട് റീജോയിൻ ചെയ്യുക. ഒരു സംശയം ചോദിച്ചോട്ടെ? ഇതുമായിട്ട് റിലേറ്റഡ് ആണ്, ചോദിക്കാം. ഈ അമ്പലത്തിൽ നിന്ന് പിരിവ് വരുമ്പോഴേ കൊടുക്കാവൂ? പാടില്ല, ഞാൻ കൊടുക്കാറില്ല. ഞാൻ അത് നിമിത്തം വളരെ ബുദ്ധിമുട്ടുകളൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്. ഈ കഷ്ടം ഞാൻ കൊടുക്കൂല, അതുകൊണ്ടാ ചോദിച്ചേ. ഞാൻ കൊടുക്കൂല, അതുകൊണ്ടാ ചോദിച്ചേ. കൊടുക്കാൻ പാടില്ല. നമ്മള് വിഗ്രഹങ്ങൾക്ക് പൂജ ചെയ്യുന്നവർക്ക് ഒരു കാരണവശാലും നമ്മൾ കൊടുക്കാൻ പാടില്ല. ചിലർ പറയും ഒരു ചെറിയ തുക കൊടുക്കണം, ചെറിയ നല്ല 1 രൂപ പോലും കൊടുക്കാൻ പാടില്ല. എന്റെ വീട്ടിൽ നല്ല സാക്ഷ്യം, നല്ല ഉറപ്പായിട്ട് ധൈര്യമായിട്ട് പറയാൻ സാധിക്കും. ഇവിടെ ഞാൻ പാർക്കുന്ന ഈ പട്ടണം തിരുവനന്തപുരം എന്ന് പറയുന്നത് അറിയാമല്ലോ, ചന്ദ്രപ്രവറും ഇവിടെ തിരുവനന്തപുരത്ത് തന്നെയാണ്. വിഗ്രഹങ്ങളുടെ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെ ഒക്കെ കേന്ദ്രങ്ങളാണ്. പലപ്പോഴും ഇവിടെ പൊങ്കാല അതായത് എന്നൊക്കെ പറഞ്ഞ് പിരിവിനൊക്കെ വരും. ഞാൻ കഴിവതും കൊടുക്കാറില്ല. ഒരു പ്രാവശ്യം മാത്രം അല്പം തർക്കത്തിലേക്കൊക്കെ പോയി. അതിന് മറ്റേ ഒരിക്കലും ഒരു വലിയ തർക്കത്തിനൊന്നും നിന്നില്ല. ചിലർ പിന്നെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടൊക്കെ ഇരുന്നു. ഒരു കാരണവശാലും കൊടുക്കരുത്. നമ്മൾക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ അന്യദേവന്മാരെ പൂജിക്കുന്നവർക്ക് അതിന് നമ്മൾ കൂടെ കൈനീട്ടാൻ പാടില്ല. എന്നാൽ അപ്പോൾ തന്നെ നമുക്ക് സാധിക്കുമെങ്കിൽ സമൂഹത്തിൽ ജാതിയും മതവും ഒന്നും നോക്കാതെ ദരിദ്രരായിരിക്കുന്നവരെ, രോഗികളായിരിക്കുന്നവരെ ഒക്കെ സഹായിക്കുന്നുവെങ്കിൽ, വിദ്യാഭ്യാസ സഹായം ചെയ്യുവാൻ സാധിക്കുന്നുവെങ്കിൽ അതൊക്കെ നല്ല സാക്ഷ്യമായിരിക്കും. അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു ഘട്ടം വരുമ്പോൾ പറയുവാനും സാധിക്കും. ഞാൻ നിങ്ങളോട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂട്ടായ്മ ജാതിയും മതവും നോക്കാതെ ചെയ്യുന്ന ഒരു വ്യക്തിയല്ലേ, പക്ഷെ എനിക്ക് ഇതെന്റെ വിശ്വാസമാണ്, എനിക്ക് മറ്റൊരു മതത്തിന്റെ ആരാധനയിൽ പങ്കാളിയാകുവാൻ സാധിക്കില്ല, അതുകൊണ്ട് എനിക്ക് തരാൻ പറ്റില്ല. മറ്റു കാര്യങ്ങളിൽ നാളെ നിങ്ങൾ വ്യക്തിപരമായ ഒരു വിഷയത്തിന് കടന്നു വന്നാൽ എന്നാൽ ചെയ്യാൻ സാധിക്കുന്നത് ഞാൻ ചെയ്യാം, ഞാൻ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ധൈര്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കണം. ഒരു കാരണവശാലും ചെയ്യരുത് എന്ന് തന്നെയാണ്. ഇതുവരെ അങ്ങനെ നിൽപ്പാൻ ദൈവം സഹായിച്ചു. ഇനി നാളത്തെ കാര്യം കടന്നു പിടിച്ച് ബലാത്കാരമായിട്ട് എന്റെ പേഴ്സിൽ നിന്ന് ഒരാൾ എടുത്തു കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അല്ലാതെ ഇതുവരെ കൊടുത്തിട്ടില്ല, ഇനി കൊടുക്കുകയില്ലെന്ന് തന്നെയാണ് എന്റെ തീരുമാനം. ആ നിലയിൽ മുന്നോട്ട് പോകാൻ സഹോദരനെ സഹായിക്കേണ്ട ദൈവം. ഓക്കെ, നമുക്ക് ആ നിലയിൽ സകലരോടും നമ്മൾ ചെയ്യാവുന്ന നിലയിൽ സഹായം ചെയ്യുക. അപ്പോൾ തന്നെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ വിശേഷാൽ സഹോദരന്മാർക്ക്, കൂട്ടുവിശ്വാസികൾക്ക് അവരെ കുറിച്ച് നമുക്ക് കൺസേൺ ഉണ്ടായിരിക്കണം. യെരുശലേമിലെ വിശുദ്ധന്മാരോട് അവരെ കുറിച്ച്
കൺസേൺ ഉണ്ടായിട്ട് മക്കതോനിയയിലും അക്കായയിലും ഉള്ളവരിൽ നിന്നൊക്കെ ഉപഹാരങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവിടേക്ക് എത്തിക്കുവാൻ, ധർമ്മശേഖരം എത്തിക്കുവാൻ പൗലോസ് ഉത്സാഹിച്ചത് സംബന്ധിച്ച് പറയുകയായിരുന്നു അവിടെ. അടുത്തതായിട്ട് നമ്മൾ ഈ അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക്, അല്ലെങ്കിൽ ഈ എപ്പിസോഡിന്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. ഉപസംഹാരം, നിർദ്ദേശങ്ങൾ, ആശീർവാദം. ഇതാണ് 5 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ കാണുന്നത്. 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചിട്ട് 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ മക്കതോനിയയിൽ കൂടി കടന്ന ശേഷം നിങ്ങളുടെ അടുക്കൽ വരും. മക്കതോനിയയിൽ കൂടിയാകുന്നു ഞാൻ വരുന്നത്. ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾ എന്നെ യാത്രയയപ്പാൻ തക്കോണം, പക്ഷേ നിങ്ങളോടുകൂടെ പാർക്കും, ഹിമകാലം കൂടെ കഴിക്കുമായിരിക്കും. കർത്താവ് അനുവദിച്ചാൽ കുറെ കാലം നിങ്ങളോടുകൂടെ പാർപ്പാൻ ആശിക്കുന്നത് കൊണ്ട് ഞാൻ ഈ പ്രാവശ്യം കടന്നു പോകുന്ന വഴിയല്ല നിങ്ങളെ കാണുവാൻ ഇച്ഛിക്കുന്നത്. എഫെസോസിൽ ഞാൻ പെന്തക്കോസ്ത് വരെ പാർക്കും. എനിക്ക് വലുതും സഫലവുമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികളും പലരുണ്ട്. പൗലോസിന്റെ ഒരു കൃത്യമായ ഒരു പ്ലാനിങ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുകയാണ്. ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണേ, ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ, പ്രസംഗം കേൾക്കുന്നവരെ ക്ലാസ്സിൽ നിന്ന് ലീവ് ചെയ്തിട്ട് പ്രസംഗം കേൾക്കും. കഴിഞ്ഞ വർഷം 900 രൂപയായിരുന്നു. ഞാൻ ദൈവമേ ഈ മാസം ട്യൂഷനൊന്നും ഇല്ലല്ലോ, തെണ്ടി കുത്തുവാള എടുക്കുമല്ലോ. അപ്പൊ എന്നിട്ടും എന്റെ മനസ്സിപ്പോ ഇവരെന്നെ ഒന്ന് ഒരു ക്ലാസ്സിൽ വിളിച്ചിരുന്നെങ്കിൽ. ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നിട്ട് വീട്ടിലിരുന്ന ആവശ്യമില്ലാത്തതൊക്കെ പറയുകയും ചിലര് മറ്റ് യൂട്യൂബിലും മറ്റും പ്രസംഗം എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. ഞാൻ മുൻപ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ദൈവവചനം നമ്മൾ വളരെ ആദരവോടുകൂടി സമീപിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പുറപ്പാട് പുസ്തകം 24-ാം അധ്യായത്തിൽ മോശ ന്യായപ്രമാണത്തിലെ കൽപ്പനകൾ വായിച്ച് കേൾപ്പിക്കുമ്പോൾ വായിക്കുന്നവനും കേൾവിക്കാരും എല്ലാം നിന്നുകൊണ്ട്, വിറയലോടുകൂടെ നിന്നുകൊണ്ടാണ് അത് കേൾക്കുന്നത്. യഹൂദനെ സംബന്ധിച്ചിടത്തോളം ദൈവവചനം കേൾക്കുമ്പോൾ അവര് വിറയലോടെ നിന്നുകൊണ്ട് മാത്രമാണ് അത് കേൾക്കുന്നത്. അതുപോലെ തന്നെ നെഹമ്യാവിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ 8-ാം അധ്യായത്തിൽ എസ്രാ ശാസ്ത്രി ന്യായപ്രമാണം വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നവനും കേൾവിക്കാരും എല്ലാം ഇങ്ങനെ നിന്നുകൊണ്ട്, നീർവാതിലിന്റെ മുൻപിലുള്ള വിശാല സ്ഥലത്ത് ഒരുമനപ്പെട്ട് വന്നുകൂടി അവരെല്ലാം നിന്നുകൊണ്ട് കേൾക്കുകയാണ്. ഭയത്തോടും വിറയലോടും കൂടിയാണ് ദൈവവചനം കേൾക്കുന്നത്. യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവൻ തിരുവെഴുത്ത് തന്റെ കരങ്ങളിൽ ഏന്തുമ്പോൾ നിന്നുകൊണ്ട് മേടിക്കും, നിന്നുകൊണ്ട് വായിക്കും. നസ്രയത്തിലെ പള്ളിയിൽ വന്നപ്പോൾ വാഴ്ത്തപ്പെട്ടവനായ നമ്മുടെ കർത്താവ് യശയ്യാപ്രവാചകന്റെ പുസ്തകത്തിന്റെ ആ ചുരുള് വാങ്ങിയിട്ട് നിന്നുകൊണ്ട് വായിച്ചിട്ട് അത് തിരികെ കൊടുത്തിട്ട് ഇരുന്നു കൊണ്ട് അത് പഠിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ദൈവവചനം പഠിക്കുവാൻ ഉത്സാഹിക്കുന്നവർ ശ്രദ്ധയോടെ ആ വചനത്തെ ശ്രദ്ധയോടെ പഠിക്കുവാൻ ഉത്സാഹിക്കണം. ജോയിൻ ചെയ്ത് വെച്ചിട്ട് വീട്ടിൽ മറ്റു കാര്യങ്ങൾ പറയുകയും മറ്റ് ചാനലുകൾ ഓണാക്കി വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഇങ്ങനെയുള്ള തെറ്റായ പ്രവണതകൾ ചെയ്യരുത്. അങ്ങനെ ചെയ്തവരെ ഇത് കേട്ടു എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, അപ്പോൾ പൗലോസിന് ഒരു വ്യക്തമായ ഒരു പദ്ധതി ഉണ്ടായിരുന്നു എന്നുള്ളത് വെളിവാക്കുകയാണ്. എന്നാൽ ചിലപ്പോഴൊക്കെ തൻ്റെ ആ പദ്ധതി പോലെയല്ല ദൈവം അത് മാറ്റി മറ്റ് പല നിലയിലും നടത്തിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഇവിടെ 6-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾ എന്നെ യാത്ര അയപ്പാൻ തക്കോണം, പക്ഷേ നിങ്ങളോട് കൂടെ പാർക്കും, ഹിമകാലം കൂടെ കഴിക്കുമായിരിക്കും. അങ്ങനെ ഒരു കൃത്യമായ ഒരു പദ്ധതി താൻ അവിടെ വെളിപ്പെടുത്തുന്നു. അപ്പോസ്തലപ്രവൃത്തി 20-ന്റെ 2-3 വാക്യങ്ങൾ കാണുന്ന പോലെ മക്കതോനിയയിൽ നിന്ന് യവനദേശത്ത് അഥവാ കൊരിന്ത് ഉൾപ്പെടുന്ന അക്കായ പ്രവിശ്യയിലെത്തി അവിടെ 3 മാസം കഴിച്ചുവെന്ന് പറയുന്ന ആ കാലഘട്ടത്തെ പറ്റിയായിരിക്കാം ഹിമകാലം നിങ്ങളോടുകൂടെ കഴിക്കുമായിരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ അവരോടുകൂടെ പാർത്തപ്പോഴായിരിക്കാം റോമയിലുള്ളവർക്ക് പൗലോസ് ലേഖനം എഴുതിയതെന്ന് വേദപഠിതാക്കൾ അനുമാനിക്കുന്നു. കൊരിന്തിൽ നിന്ന് കപ്പൽ കയറി അന്ത്യോക്യയിലേക്ക്, സുറിയയിലേക്ക് മടങ്ങിപ്പോകുവാൻ താൻ ഇച്ഛിച്ചിരുന്നു. എന്നാൽ യഹൂദന്മാർ പൗലോസിന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കിയത് നിമിത്തം മക്കതോനിയ വഴിയായി മടങ്ങിപ്പോകുവാൻ അദ്ദേഹം നിശ്ചയിച്ചു. കൊരിന്തിൽ നിന്ന് നേരെ കപ്പൽ കയറി പോകാതെ
വീണ്ടും അക്കായിൽ നിന്നും വടക്കോട്ട് കരമാർഗം യാത്ര ചെയ്ത് മക്കതോനിയ വഴിയായിട്ട് അദ്ദേഹം മടങ്ങിപ്പോകുവാൻ നിശ്ചയിച്ചു. അങ്ങനെ ഫിലിപ്പിയിൽ ചെല്ലുകയും ഫിലിപ്പിയിൽ നിന്ന് കപ്പൽ കയറി ത്രോവാസിൽ ചെല്ലുകയും ചെയ്തു എന്ന് അപ്പോസ്തലപ്രവൃത്തി 20:3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൗലോസിന്റെ ശുശ്രൂഷയും യാത്രകളും എല്ലാം പൂർണ്ണമായും ദൈവഹിത പ്രകാരം ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. എന്നാൽ അദ്ദേഹത്തിന് തന്റെ ഭാവി പദ്ധതികൾ സംബന്ധിച്ച് വ്യക്തമായ ഒരു പ്ലാൻ തയ്യാറാക്കി പ്രവർത്തിച്ചിരുന്നു. നാം ഓരോരുത്തരും ചെയ്യുവാൻ ഒരു മാതൃക അദ്ദേഹം കാട്ടി തന്നിരിക്കുകയാണ്. നമുക്കൊരു പ്ലാൻ, കൃത്യമായ ഒരു പദ്ധതി ഉണ്ടായിരിക്കണം നമ്മുടെ പ്രവൃത്തിയെക്കുറിച്ച്. എന്നാൽ ദൈവം ചിലപ്പോൾ ആ പ്ലാനൊക്കെ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി ദൈവം ഡയറക്റ്റ് ചെയ്യുന്നെങ്കിൽ അത് മാറിപ്പോകാം. ഭാവി പദ്ധതികൾക്കായിട്ട് വ്യക്തമായ പദ്ധതി തയ്യാറാക്കി പ്രവർത്തിച്ച പൗലോസിന്റെ മാതൃക നമുക്ക് അവിടെ ദർശിക്കുവാൻ സാധിക്കുന്നു. തുടർന്ന് താനെ 10 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ തന്റെ സഹശുശ്രൂഷകന്മാരെയും സ്നേഹിതന്മാരെയും കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. തന്റെ സഹശുശ്രൂഷകന്മാരെയും സ്നേഹിതന്മാരെയും കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഒന്നാമത് തിമത്യോസിനെ പറ്റി പൗലോസിന് ഏറെ പ്രിയനായ തന്റെ നിജപുത്രൻ എന്ന് വിളിച്ചിരിക്കുന്ന രണ്ടുപേരെ വിളിച്ചിട്ടുണ്ട്. തിമത്യോസിനെയും തീത്തോസിനെയും നിജപുത്രൻ എന്ന് വിളിക്കുന്നു. തിമത്യോസിനെ പറ്റി നമുക്കറിയാം. തിമത്യോസ് ലുസ്ത്ര നിവാസിയായിരുന്നു. അവന്റെ പിതാവ് ഒരു യവനനും മാതാവായ യൂനിക്ക ഒരു യഹൂദ ക്രിസ്ത്യാനിയുമായിരുന്നു. പ്രവർത്തകർ 16:1 നമുക്കത് കാണുവാൻ സാധിക്കും. ഒരു യഹൂദ ക്രിസ്ത്യാനിയായിരുന്നു. അവന്റെ വലിയമ്മയായ ലോവീസും ക്രിസ്തു വിശ്വാസിയായിരുന്നുവെന്ന് തിമത്യോസിന്റെ 2-ാം ലേഖനത്തിൽ 1-5 വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്. അവനെ സംബന്ധിച്ച് അവൻ ബാല്യം മുതൽ തിരുവെഴുത്തുകൾ അഭ്യസിക്കുവാൻ ഭാഗ്യം ലഭിച്ചവനായിരുന്നു. 2 തിമോത്തി 3:14-15 വാക്യങ്ങൾ അത് പറയുന്നു. പൗലോസിന്റെ ഒന്നാമത്തെ മിഷണറി യാത്രയിൽ പൗലോസും ബർന്നബാസും ലുസ്ത്രയിൽ ചെന്നപ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാത്ത ഒരുത്തനെ സൗഖ്യമാക്കിയതായിട്ട് പ്രവൃത്തികൾ 14-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ആ സംഭവം ലുസ്ത്രയിൽ വലിയ ഒരു ചലനം സൃഷ്ടിക്കുവാനിടയായി. പൗലോസും ബർന്നബാസും ലുസ്ത്രയിൽ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ അത് കേട്ട് വിശ്വസിച്ചവരായിരിക്കാം തിമോത്തിയോസിന്റെ കുടുംബം എന്ന് നമുക്ക് അനുമാനിക്കാം. തന്റെ 2-ാമത്തെ മിഷണറി യാത്രയിൽ പൗലോസ് ലുസ്ത്രയിൽ ചെന്നപ്പോൾ 2-ാമത്തെ മിഷണറി യാത്രയിൽ പൗലോസും ഷീലാസും അവര് അന്ത്യോക്യയിൽ നിന്ന് പുറപ്പെട്ട കരമാർഗം ലുസ്ത്രയിൽ ചെല്ലുമ്പോൾ അവിടെ നിന്നും ഈ തിമോത്തിയോസിനെയും കൂടെ കൂട്ടുന്നു. പ്രവാസൽ മുതൽ നമ്മൾ ലൂക്കോസിനെയും കാണുന്നുണ്ട്. തിമോത്തിയോസ് പൗലോസിന്റെ ഏറ്റവും അടുത്തൊരു ശിഷ്യനും വിശ്വസ്തനായ ശുശ്രൂഷക്കാരനുമായിരുന്നു. തിമോത്തിയോസ് ഒരു യൗവനക്കാരനായിരുന്നു. എങ്കിലും പല ഭാരിച്ച ഉത്തരവാദിത്തങ്ങളും പൗലോസ് അവനെ പരമേൽപ്പിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഫിലിപ്പിയ ലേഖനം 2:19 മുതലുള്ള വാക്യങ്ങൾ അത് കാണുന്നുണ്ട്. നിജപുത്രൻ അല്ലെങ്കിൽ ട്രൂ സൺ എന്നാണ് പൗലോസ് തിമോത്തിയോസിനെ വിശേഷിപ്പിക്കുന്നത്. എഫെസോസിലെ സഭയുടെ ചുമതല തിമോത്തിയോസിനെ പരമേൽപ്പിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. താന് റോമിൽ കാരാഗ്രഹവാസത്തിലായിരിക്കുമ്പോൾ തിമോത്തിയോസിനോട് റോമിലേക്ക് വരുവാൻ പൗലോസ് ആവശ്യപ്പെടുന്നുണ്ട്. അവസാനമായി താൻ ഒരു വട്ടം കൂടെ കാണുവാൻ ആഗ്രഹിച്ചിട്ട് താൻ ശിരച്ഛേദം ചെയ്യപ്പെടുന്നതിന് മുൻപായിട്ട് റോമിലേക്ക് വരുവാൻ തിമോത്തിയോസിനോട് പൗലോസ് ആവശ്യപ്പെടുന്നുണ്ട്. കൊരിന്തിലേക്ക് ലേഖനവുമായി പൗലോസ് തിമോത്തിയോസിനെ അയച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. 1 കൊരിന്ത്യർ 16:10-11 വാക്യങ്ങളിൽ തിമോത്തിയോസ് വന്നാൽ അവൻ നിങ്ങളുടെ ഇടയിൽ നിർഭയനായിരിക്കാൻ നോക്കുവിൻ. എന്നെ പോലെ തന്നെ അവൻ കർത്താവിന്റെ വേല ചെയ്യുന്നുവല്ലോ. ആരും അവനെ അലക്ഷ്യമാക്കരുത്. ഞാൻ സഹോദരന്മാരുമായി അവനെ കാത്തിരിക്കൊണ്ട് എന്റെ അടുക്കൽ വരുവാൻ അവനെ സമാധാനത്തോടെ യാത്ര ചെയ്യിപ്പി. തിമോത്തിയോസ് ഒരു ചെറുപ്പക്കാരനായിരുന്നു. അതുകൊണ്ട് അവനെ അലക്ഷ്യമാക്കരുത്. കൊച്ചു പയ്യനല്ലേ എന്നുള്ള രീതിയിൽ നിങ്ങൾ കാണരുത്.
ഞാനാണ് അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കുന്നത് എന്ന് പൗലോസ് എഴുതിയിരിക്കുകയാണ്. തിമോത്തിയോസിനെ പറ്റി അവൻ നിർഭയനായിരിക്കാൻ പറയുന്നതിന് കാരണം അവൻ അല്പം ഭയമുള്ള വ്യക്തിയായിരുന്നുവെന്ന് പൗലോസിന്റെ ചില വാക്കുകൾ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നുണ്ട്. തിമോത്തിയോസിന്റെ എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തില് പ്രത്യേകം അദ്ദേഹം ഇങ്ങനെ എഴുതുന്നുണ്ട്. 2 തിമോത്തി 1-ന്റെ 7-ാം വാക്യം, വീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. നോക്കൂ, പൗലോസ് അവനോട് പറയുകയാണ്, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നിനക്ക് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് അവനെ ധൈര്യപ്പെടുത്തുകയാണ്. കാരണം ഇവിടെയും പറയുന്ന നിർഭയനായിരിക്കാൻ, നിങ്ങളുടെ ഇടയിൽ നിർഭയനായിരിക്കാൻ നോക്കുവിൻ. അല്പം ഭയമൊക്കെയുള്ള ഒരു യൗവനക്കാരനായിരുന്നു എന്ന് ഈ വാക്കുകളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ പൗലോസ് കൊരിന്ത്യരോട് പറയുകയാണ്, എന്നെ പോലെ അവനും കർത്താവിന്റെ വേല ചെയ്യുന്നവനാകിയാൽ നിങ്ങൾ അവനെ അലക്ഷ്യമാക്കരുത്, അവന്റെ വാക്ക് കേട്ട് അനുസരിക്കുവിൻ എന്ന കൊരിന്ത്യ സഭയ്ക്ക് അദ്ദേഹം നിർദ്ദേശം നൽകുകയാണ്. പൗലോസിന്റെ മറ്റൊരു സഹശുശ്രൂഷകനായിരുന്നു അപ്പല്ലോസ്. അപ്പല്ലോസിനെ പറ്റി നമുക്കറിയാം. അപ്പല്ലോസ് അലക്സാന്ദ്രിയക്കാരനായ വാഗ്വൈഭവമുള്ള തിരുവെഴുത്തുകളിൽ, അതായത് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ വളരെ സാമർഥ്യമുള്ള ഒരു യഹൂദനായിരുന്നു. അപ്പല്ലോസ് എഫെസോസിലേക്ക് വരുമ്പോൾ അവിടെ ആ സമയത്ത് പൗലോസ് അങ്ങ് പോയതേ ഉള്ളൂ. അക്വിലാസും പ്രിസ്കില്ലായും അവിടെയുണ്ട്. ഈ അപ്പല്ലോസ് നല്ല പ്രയോജനപ്പെടുവാൻ സാധ്യതയുള്ള ഒരു യൗവനക്കാരനാണ്. നല്ല വാഗ്വൈഭവമുണ്ട്, തിരുവെഴുത്തുകൾ നല്ല ആഴമായ അറിവുള്ളവനാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് കൂടുതലായി അവനെ ഗ്രഹിപ്പിക്കുവാൻ അക്വിലാസും പ്രിസ്കില്ലയും ഉത്സാഹിച്ചു. തൽഫലമായിട്ട് അവൻ കർത്താവിന്റെ വേലയിൽ വളരെ പ്രയോജനപ്പെട്ടു. യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിക്കുവാൻ താൻ കടന്നുപോയെടുത്ത, പ്രത്യേകിച്ച് ഇവരവനെ കൊരിന്തിലേക്ക് അയക്കുന്നു. കൊരിന്തിലേക്ക് ചെന്നിട്ട് പൗലോസ് പോയതിനു ശേഷം അവിടെ ചെന്ന് അവിടെയുള്ള വിശുദ്ധന്മാരെ കൂടുതലായിട്ട് ഉറപ്പിക്കുവാൻ അപ്പല്ലോസ് പരിശ്രമിച്ചു. അപ്പല്ലോസിനെ പറ്റി ഇവിടെ പൗലോസ് പറയുകയാണ് 16-ാം അധ്യായത്തിന്റെ 12 മുതലുള്ള വാക്യങ്ങളിൽ, സഹോദരനായ അപ്പല്ലോസിന്റെ കാര്യമോ, അവൻ സഹോദരന്മാരുടെ കൂടെ നിങ്ങളുടെ അടുക്കൽ വരണമെന്ന് ഞാൻ അവനോട് വളരെ അപേക്ഷിച്ചു. എങ്കിലും ഇപ്പോൾ വരുവാൻ അവനൊട്ടും മനസ്സായില്ല. അവസരം കിട്ടിയാൽ അവൻ വരും. ഒരുപക്ഷെ അവൻ പോകുവാൻ മടിച്ചതായിരിക്കാം. അവിടെ ജനം പൗലോസിന്റെ പക്ഷമെന്നും അപ്പല്ലോസിന്റെ പക്ഷമെന്നും തിരിഞ്ഞ് പക്ഷങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. അതിൽ പൗലോസിനെ പോലെ തന്നെ അപ്പല്ലോസും വളരെ വേദനിക്കുന്നുണ്ടായിരിക്കാം. പൗലോസ് പറയുന്നുണ്ട്, പൗലോസ് നട്ടു, അപ്പല്ലോസ് നനച്ചു, ദൈവം അത്ര വളരുമാറാക്കിയത്. തങ്ങൾ കൂട്ടുവേലക്കാരാണെന്നുള്ളത് തിരിച്ചറിയുവാൻ പരിശുദ്ധാത്മാവിനാൽ നല്ല ജ്ഞാനം ലഭിച്ചിരുന്ന ഈ വിശുദ്ധന്മാർക്ക് അത് തിരിച്ചറിയുവാൻ കഴിഞ്ഞിരുന്നു. തങ്ങൾ കോമ്പറ്റീറ്റേഴ്സ് അല്ല, തങ്ങൾ കൂട്ടുവേലക്കാരാണ്. കർത്താവിന്റെ വേലയിൽ തങ്ങൾ ഒരുമിച്ച് അധ്വാനിക്കുന്നവരാണെന്നുള്ള തിരിച്ചറിവ് നിമിത്തം. അതുകൊണ്ടാണ് പൗലോസ് ചോദിക്കുന്നത്, പൗലോസിന്റെ പക്ഷം, അപ്പല്ലോസിന്റെ പക്ഷം, കേഫാവിന്റെ പക്ഷം, ക്രിസ്തുവിന്റെ പക്ഷം, ഇങ്ങനെ പക്ഷം തിരിഞ്ഞിരിക്കുന്നതിനെ പൗലോസ് ശാസിക്കുന്നത് അതുകൊണ്ടാണ്. ഇവിടെ ഒരുപക്ഷെ അവരുടെ അടുക്കലേക്ക് അപ്പല്ലോസ് പോകുവാനായിട്ട് പൗലോസ് പറഞ്ഞു. എന്നിട്ടും അവൻ തൽക്കാലം പോകുന്നില്ല എന്ന് പറഞ്ഞതിന് കാരണം അവരുടെ ഇടയിൽ ഉണ്ടായ ആ ഭിന്നപക്ഷങ്ങളെ കുറിച്ചുള്ള വേദന കൊണ്ടായിരിക്കാം എന്ന് അനുമാനിക്കാം. എന്നാൽ പൗലോസ് അപ്പല്ലോസിനെ പറ്റി പറയുമ്പോഴൊക്കെയും വളരെ മതിപ്പോടെ, സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത്. നോക്കു, പറയുന്നതാണ്, അവസരം കിട്ടിയാൽ അവൻ വരും. അവനെപ്പറ്റി വളരെ മതിപ്പോടെയാണ് സംസാരിക്കുന്നത്. കൊരിന്ത്യരുടെ അഭിവൃദ്ധിക്കായിട്ട് അപ്പല്ലോസും അവിടേക്ക് തുറന്നും പോകുന്നത് പ്രയോജനപ്പെടുമെന്ന് പൗലോസ് മനസ്സിലാക്കി. അതിനായിട്ട് താൻ വളരെ താല്പര്യപ്പെട്ടു. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ അവനോട് വളരെ അപേക്ഷിച്ചു നിങ്ങളുടെ അടുക്കൽ വരുവാൻ. അല്ല, ഞാൻ പോയ ശേഷം അവൻ വന്നു കഴിഞ്ഞാൽ എന്നേക്കാൾ അവന് വാഗ്വൈഭവം ഒക്കെ ഉള്ളവനാ. എൻ്റെ
ആ സ്ഥാനം അവനങ്ങ് എടുത്തു കളയുമോ എന്നുള്ള ഭയമല്ല പൗലോസിനുണ്ടായിരുന്നത്. ഒരു നല്ല ദൈവഭൃത്യന്റെ ഗുണമാണ് അവിടെ വെളിപ്പെടുന്നത്. പൗലോസ് അവനോട് അവിടേക്ക് പോകുവാൻ, അപ്പൊല്ലോസിനോട് പോകുവാൻ പ്രോത്സാഹിപ്പിച്ചുവെങ്കിലും തൽക്കാലം അവിടേക്ക് പോകുന്നില്ല എന്ന് പറയുമ്പോൾ അപ്പൊല്ലോസിന്റെ ആ തീരുമാനത്തെ പൗലോസ് മാനിക്കുകയാണ്. മറ്റ് രണ്ട് വ്യക്തികള്, മറ്റ് ചിലരെ കൂടെ പറയാം. സ്തെഫാനോസിന്റെ കുടുംബം 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് സ്തെഫാനോസിന്റെ കുടുംബത്തെ പറ്റി പറയുന്നു. പൗലോസിന് ഏറെ പ്രിയപ്പെട്ട ഒരു ഭവനമായിരുന്നു സ്തെഫാനോസിന്റെ കുടുംബം. സ്തെഫാനോസിന്റെ ഭവനക്കാരെ സ്നാനം കഴിപ്പിച്ചത് പൗലോസായിരുന്നു. 1 അധ്യായം 16 വാക്യത്തിൽ പറയുന്നുണ്ട്. അവരെ പറ്റി അക്കായയിലെ ആദ്യ ഫലമായിരുന്നു എന്ന് പറയുന്നുണ്ട്. 16:15 ഇവിടെ പറയുകയാണ്, അവർ വിശുദ്ധന്മാരുടെ ശുശ്രൂഷയ്ക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരുന്നു. ആ കുടുംബത്തെ മാനിക്കുവാനും അവരുടെ ആത്മീക അധികാരത്തിന് കീഴ്പ്പെട്ടിരിക്കുവാനും കൊരിന്തിലുള്ള വിശ്വാസികളോട് പൗലോസ് നിർദ്ദേശം നൽകുന്നതാണ് 16 വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 16 നമ്മൾ കാണുന്നത്, ഇങ്ങനെയുള്ളവർക്ക് അവരോട് കൂടെ പ്രവർത്തിക്കുക അധ്വാനിക്കുകയും ചെയ്യുന്ന ഏവനും നിങ്ങൾ കീഴ്പ്പെട്ടിരിക്കണം എന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. സഹോദരന്മാരെ 15:16 സഹോദരന്മാരെ, സ്തെഫാനോസിന്റെ കുടുംബം അക്കാലുള്ള ആദ്യ ഫലമെന്നും അവർ വിശുദ്ധന്മാരുടെ ശുശ്രൂഷയ്ക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഉള്ളവർക്കും അവരോടുകൂടെ പ്രവർത്തിക്കുക അധ്വാനിക്കുകയും ചെയ്യുന്ന ഏവനും നിങ്ങൾ കീഴ്പ്പെട്ടിരിക്കണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഒടുവിലായിട്ട് അക്വിലാവും പ്രിസ്കില്ലായും പൗലോസിന് ഏറെ പ്രിയപ്പെട്ട ഒരു കുടുംബമായിരുന്നു അക്വിലാവും പ്രിസ്കില്ലയും. ആസിയയിലെ സഭകൾ നിങ്ങൾക്ക് വന്ദനം ചെയ്യുന്നു. അക്വിലാവും പ്രിസ്കില്ലയും അവരുടെ ഭവനത്തിലെ സഭയോടുകൂടെ കർത്താവിൽ നിങ്ങളെ വളരെ വന്ദനം ചെയ്യുന്നു. തന്റെ 2ാമത്തെ മിഷണറി യാത്രയിൽ പൗലോസ് അഥേന വിട്ട് കൊരിന്തിൽ ചെന്നപ്പോൾ ആ ഇടയ്ക്ക് റോമാ നഗരം വിട്ട് കൊരിന്തിലേക്ക് വന്ന ഒരു കുടുംബമായിരുന്നു അക്വിലാവും പ്രിസ്കില്ലയും. കൂടാരപ്പണി ചെയ്യുന്നവരായിരുന്നവർ. പൗലോസും അവർ ഒരുമിച്ച് കൂടാരപ്പണി ചെയ്തുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. റോമിൽ നിന്നും അവരെ വരേണ്ടി വന്ന സാഹചര്യം ഞാൻ മുൻപേ പറഞ്ഞതാണ്. ക്ലൗദിയോസിന്റെ കാലത്ത്, അല്ലെങ്കിൽ ക്ലൗദിയോസ് കൈസർ ഭരിക്കുന്ന കാലഘട്ടത്തിൽ റോമാ നഗരത്തിൽ ക്രിസ്റ്റോസ് എന്ന പേരിൽ ഒരു വ്യക്തിയുടെ പേരിൽ യഹൂദന്മാർക്കിടയിൽ വലിയ കലാപമുണ്ടായി. സ്യൂട്ടോണിയസ് എന്ന് പറയുന്ന റോമാ ചരിത്രകാരൻ അത് എഴുതിയിട്ടുണ്ട്. ആ സന്ദർഭത്തിലാണ് യഹൂദന്മാരെ റോമിൽ നിന്ന് പുറത്താക്കിയത്. അങ്ങനെ പുറത്താക്കപ്പെട്ടവർ പലയിടങ്ങളിലേക്ക് പോയപ്പോൾ അക്വിലായും പ്രിസ്കില്ലയും കൊരിന്തിലേക്ക് എത്തുകയാണ്. പൗലോസ് മുഖാന്തരം കൊരിന്തിൽ വെച്ച് അവർ രക്ഷിക്കപ്പെട്ടു എന്ന് കരുതുന്നവരുണ്ട്. അങ്ങനെയല്ല, അവർ കൊരിന്തിലേക്ക് വരുന്നതിന് മുന്നമേ ക്രിസ്ത്യാനികളായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. അവർ കൊരിന്തിലേക്ക് വരുന്നതിന് മുന്നമേ തന്നെ ക്രിസ്ത്യാനികളായിരുന്നു എന്ന്. കാരണം പൗലോസ് റോമിലേക്ക് ലേഖനം എഴുതുമ്പോൾ റോമിൽ ഒരു സഭയുണ്ട്. പൗലോസ് അവിടെ പോയിട്ടില്ല. അതിനു മുമ്പ് തന്നെ റോമിൽ സഭയുണ്ട്. ഈ അക്വിലാസ് പൊന്തോസുകാരനായിരുന്നുവെന്ന് 18 അപ്പോസ്തലപ്രവൃത്തി 18:2 പറയുന്നുണ്ട്. പൊന്തോസുകാരനായ ഒരു യഹൂദനായിരുന്നു. പെന്തക്കോസ്ത് നാളിൽ പത്രോസും 11 പേരോടുകൂടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ യെരുശലേമിൽ കൂടി വന്ന വിവിധ ദേശക്കാരുടെ ഇടയിൽ പൊന്തോസിൽ നിന്നുള്ളവരും ഉണ്ടായിരുന്നു. പ്രവർത്തികൾ 2:10 നിങ്ങൾ വായിക്കുക. പ്രവർത്തികൾ 2:10 കാണുന്നുണ്ട്, പൊന്തോസുകാരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് യെരുശലേമിൽ വെച്ച് 12 പേരുടെ പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ പൊന്തോസുകാരനായ അക്വിലാസ് എന്നു പേരുള്ള ഒരു യഹൂദനും ഉണ്ടായിരുന്നിരിക്കാം. അല്ലെങ്കിൽ റോമിലേക്ക് അന്ന് 3000 പേര് സ്നാനമേറ്റ് പത്രോസിനോട് കൂടെ വിശുദ്ധന്മാരുടെ അപ്പോസ്തലന്മാരുടെ കൂടെ കൂട്ടായ്മ ആചരിച്ചവര് അവർ മടങ്ങി തങ്ങളുടെ ദേശങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ ചെന്ന് പ്രയത്നിച്ചതിന്റെ ഫലമായി റോമിൽ ക്രിസ്തു വിശ്വാസത്തിൽ വന്ന ഒരു വ്യക്തിയാകാം അക്വിലാവ്.
രണ്ട് സാധ്യതകളും തള്ളിക്കളയുന്നില്ല. പൗലോസ് അവരോടുകൂടെ പാർക്കുമ്പോൾ സുവിശേഷം പറഞ്ഞ് അങ്ങനെ വിശ്വസിച്ചവരാകാം, അല്ല റോമിൽ വെച്ച് തന്നെ അവർ ക്രിസ്തീയ വിശ്വാസത്തിലായിരുന്നിരിക്കാം. രണ്ടാമത്തേതിനാണ് സാധ്യതകൾ കൂടുതൽ. പൗലോസിനോടുകൂടെ കൊരിന്തിൽ നിന്ന് ഇവർ എഫസോസിലേക്ക് പോയി. പ്രവർത്തകർ 18-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ കാണുന്നു. പൗലോസ് അവിടെ നിന്ന് യെരുശലേമിലേക്ക് പോകുമ്പോൾ അക്വിലായും പ്രിസ്കില്ലയും എഫസോസിൽ തന്നെ പാർത്തു. അവരെ പറ്റി പൗലോസ് പറഞ്ഞത് 16-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ, റോമാലേഖനം 16:4 പറയുന്നുണ്ട്, തനിക്ക് വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ചു കൊടുത്തവരാകുന്നു എന്ന് പറയുന്നു. അതായത് അവർ ജീവൻ പണയപ്പെടുത്തുവാൻ പോലും തയ്യാറായിട്ടുണ്ടെന്ന് പൗലോസ് നന്ദിയോടെ അനുസ്മരിക്കുകയാണ്. ഒരുപക്ഷെ എഫസോസിൽ കലഹമുണ്ടായല്ലോ, എഫസോസിൽ ഒരു കലഹമുണ്ടായി. പൗലോസ് അവിടെ സുവിശേഷവുമായിട്ട് പോകുമ്പോൾ എന്തായിരുന്നു എഫസോസിലുണ്ടായ കലഹം? ആരെങ്കിലും ചരിത്രം ഓർക്കുന്നുണ്ടെങ്കിൽ പറയാം. എഫസോസിൽ ഒരു കലഹമുണ്ടായി. എന്തായിരുന്നു എഫസോസിൽ കലഹമുണ്ടാകാൻ കാരണം? ദേവത സ്ഥിതി ചെയ്യുന്ന അർത്തമിസ് മഹാദേവി ക്ഷേത്രം അവിടെ ഉള്ളതുകൊണ്ട് പൗലോസ് അവിടെ പ്രസംഗിച്ച് ലോകവും അതിലുള്ളതൊക്കെ ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിലും ഭൂമിക്കും നാഥനെ കൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല എന്ന് പ്രസംഗിച്ചതിന്റെ പേരിൽ അവിടെ പ്രശ്നമുണ്ടായി. അതല്ലേ സത്യം? അതെ, ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സർവ്വഭൂമിക്ക് നാഥനായതുകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങൾ വാസം ചെയ്യുന്നില്ല ഇങ്ങനെ പറഞ്ഞ്, അത് അഥേനയിലാണ്. പക്ഷെ അതൊക്കെ തന്നെ ആയിരിക്കാം ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ കാണുന്ന എഫസോസിൽ പൗലോസ് വരുമ്പോൾ 19-ാം അധ്യായം 19-23 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ അറിയാം. അവിടെ ഒരു കൊല്ലൻ ദെമത്രിയോസ് എന്ന് പറയുന്ന ഒരു തട്ടാൻ അർത്തമീസ് എന്ന് പറയാൻ കറക്റ്റ് ആണ്, അർത്തമീസിന്റെ വിഗ്രഹം ഉണ്ടാക്കി വിൽക്കുന്ന ഒരുവനായിരുന്നു. അപ്പോൾ ഈ വിഗ്രഹാരാധനയെ പറ്റി പൗലോസ് സംസാരിച്ചപ്പോൾ ദ്യോവിൽ നിന്ന് വീണ ബിംബം, ദ്യോ എന്ന് പറഞ്ഞാൽ ജൂപ്പിറ്ററിൽ നിന്ന് വന്ന ദേവതയാണ് അർത്തമീസ് എന്ന് പറഞ്ഞാണ് അവർ ഐതിഹ്യം പ്രചരിപ്പിച്ചിരുന്നത്. ആ ദേവതയെ സംബന്ധിച്ച് അതിനെ ആരാധിക്കേണ്ടതില്ല എന്ന് പൗലോസ് പഠിപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് അവിടെ കലഹമുണ്ടാക്കി. അതിന്റെ റീസൺ തന്റെ വരുമാനം നിന്നു പോകുന്നു എന്നുള്ള ഈ വ്യക്തിയുടെ, വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന വ്യക്തിയുടെ ആ ഭയമായിരുന്നു. അങ്ങനെ വലിയ കലഹം അവിടെ ഉണ്ടായി. എഫസോസിൽ വലിയ കലഹമുണ്ടായി. പൗലോസ് പിന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ സന്ദർഭത്തിലായിരിക്കാം 19-ാം അധ്യായത്തിന്റെ 29-30 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, പട്ടണം മുഴുവനും കലഹം കൊണ്ട് നിറഞ്ഞു. അവർ പൗലോസിന്റെ കൂട്ടുയാത്രക്കാരൻ ഗായോസ് അരിസ്തർഹോസ് എന്ന മക്കതോന്യക്കാരെ പിടിച്ചുകൊണ്ട് രംഗസ്ഥലത്തേക്ക് ഒരുമനപ്പെട്ട് പാഞ്ഞു ചെന്നു. പൗലോസ് ജനസമൂഹത്തിൽ ചെല്ലുവാൻ ഭാവിച്ചാറ് ശിഷ്യന്മാർ അവനെ വിട്ടില്ല. നോക്കൂ, അവിടെ ശിഷ്യന്മാർ വിട്ടില്ല എന്ന് പറയുമ്പോൾ അവിടെ പൗലോസിന് വേണ്ടി തങ്ങളുടെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിച്ച വ്യക്തികൾ അക്വിലാസും പ്രിസ്കില്ലയും ആയിരിക്കാം. അതാണ് പൗലോസ് പറയുന്നത്, അവർ തനിക്ക് വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ചു കൊടുത്തവരാകുന്നു എന്ന് പറയുന്നത്. അതായിരിക്കാം സന്ദർഭം. അപ്പല്ലോസ് എഫസോസിലേക്ക് വരുമ്പോൾ ഈ അക്വിലാസും പ്രിസ്കില്ലയും ഞാൻ മുൻപേ പറഞ്ഞതാണത്, അവനെ ചേർത്തുകൊണ്ട് അവനോട് യേശു ക്രിസ്തുവിനെ കുറിച്ച് കൂടുതൽ ഉപദേശിക്കുകയും ദൈവത്തിന്റെ മാർഗം അവൻ അധികം സ്പഷ്ടമായി തെളിയിച്ചു കൊടുക്കുകയും ചെയ്തു. പ്രവർത്തകർ 18-24 മുതൽ 28 വരെ. ആസിയയിലെ സഭ, അതായത് ആസിയയിലുള്ള ഒരു പട്ടണമാണല്ലോ എഫസോസ്, ഏഷ്യ മൈനർ. അക്വിലാവിന്റെയും പ്രിസ്കില്ലയുടെയും ഭവനത്തിലാണ് അത് കൂടി വന്നിരുന്നതെന്ന് 1 കൊരിന്ത്യർ 16:19 കാണുന്നുണ്ട്. ഭവനങ്ങളിൽ സഭകൾ കൂടി വരുന്നത് ആ കാലഘട്ടത്തിൽ വളരെ സാധാരണമായിരുന്നു. പൗലോസ് എഫസോസിൽ നിന്നും കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ, കൊരിന്ത്യ ലേഖനം അദ്ദേഹം എഴുതുന്ന എഫസോസിൽ നിന്നാണ്, തന്റെ ആശംസകൾക്കൊപ്പം അക്വിലാവിന്റെയും പ്രിസ്കില്ലയുടെയും ആശംസകളും അറിയിക്കുന്നു. 3-ാമത്തെ മിഷണറി യാത്രയിൽ കൊരിന്തിൽ നിന്ന് റോമിലുള്ള സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പ്രിസ്കില്ലയും അക്വിലാവും
റോമിലുണ്ടായിരുന്നു എന്ന് റോമാലേഖനം 16 3-4 വാക്യങ്ങൾ കാണുന്നുണ്ട്. റോമിലെ കാരാഗ്രഹത്തിൽ നിന്നും തിമോത്തിയോസിന് തന്റെ അവസാനത്തെ കത്ത് എഴുതുമ്പോഴും തിമോത്തിയോസിനൊപ്പം അവർ എഫെസോസിൽ ഉണ്ടായിരുന്നു. 2 തിമോത്തി 4:19. പൗലോസിന് ഏറെ പ്രിയപ്പെട്ടവരും സുവിശേഷം പ്രചരിപ്പിക്കുന്നതിൽ അത്യുത്സാഹികളും ആത്മാർത്ഥതയും കാര്യക്ഷമതയും ഉള്ളവരും വിശ്വസ്തരുമായിരുന്നു അക്വിലാസും പ്രിസ്കില്ലയും. പുതിയ നിയമത്തിൽ 6 പ്രാവശ്യം അക്വിലാസിനെയും പ്രിസ്കില്ലയും പറ്റി പരാമർശിക്കുന്നുണ്ട്. പ്രവർത്തികൾ 18:2, 18 വാക്യം, 26 വാക്യം, റോമാലേഖനം 16:3, 1 കൊരിന്ത്യർ 16:19, 2 തിമോത്തി 4:19. 6 പ്രാവശ്യം ഇവരെ പറ്റി പരാമർശിക്കുന്നു. തന്റെ ശുശ്രൂഷകളിൽ തന്നോട് ഒപ്പം പ്രയത്നിച്ചിരുന്ന വ്യക്തികളെ അനുസ്മരിക്കുന്നത് പൗലോസിന്റെ പതിവായിരുന്നു. ഇവിടെ തിമോത്തിയോസ്, അപ്പല്ലോസ്, സ്തെഫാനോസ് കുടുംബം, അക്വിലാവും പ്രിസ്കില്ലയും ഇവരെ പറ്റിയൊക്കെ പരാമർശിച്ചുകൊണ്ട് കൊരിന്ത്യ സഭയ്ക്ക് തന്റെ വന്ദനം അറിയിക്കുകയും അവരെ സ്നേഹപൂർവ്വം ആശീർവദിക്കുകയും ചെയ്തുകൊണ്ട് പൗലോസ് ഈ ലേഖനം ഉപസംഹരിക്കുകയാണ്. ഈ ലേഖനം ഉപസംഹരിക്കുമ്പോൾ 16 അധ്യായത്തിന്റെ അവസാനത്തിൽ പറയുന്നു, പൗലോസായന്റെ കയ്യാൽ വന്ദനം, കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. അനത്മ, അക്കേഷ്, ശപിക്കപ്പെട്ടവൻ. അരമായിക് ഭാഷയിൽ പറയുകയാണ്, കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. 12 അധ്യായത്തിന്റെ 3 വാക്യത്തിലും അതേ പദം അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 12:3. ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും യേശു ശപിക്കപ്പെട്ടവരെന്ന് പറയയില്ല. പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവ് എന്ന് പറയുവാൻ ആർക്കും കഴിയയില്ല എന്ന് ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കുന്നു. നമുക്ക് അവിടെയും പൗലോസ് ആ പദം തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അനന്തമ എന്നുള്ള ആ പദത്തിന് അർത്ഥം അക്കേഷ് ഓർ ശപിക്കപ്പെട്ടവൻ. നമ്മളെ യോഹന്നാന്റെ സുവിശേഷം 3 അധ്യായത്തിലും യോഹന്നാന്റെ സുവിശേഷം 3 അധ്യായത്തിൽ പതിനാറാണോ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്നത്? 16 അധ്യായത്തിലും പദം കാണുന്നുണ്ട്. 3:16 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ഇടയിൽ എവിടെയോ 16 തന്റെ ഏകജാതന പുത്രം വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാതെ സ്ഥാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രൻ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാറില്ല, ലോകം അവനാൽ നശിക്കപ്പെടുവാനത്ര. അവനിൽ വിശ്വസിക്കുന്നവൻ ന്യായവിധിയില്ല, വിശ്വസിക്കാത്ത ദൈവത്തിന്റെ ഏകജാത പുത്രം വിശ്വസിക്കായിക്കൊണ്ട് ന്യായവിധി വന്നു. ന്യായവിധി എന്നവർ വെളിച്ച ലോകത്തിൽ വന്നിട്ട് മനുഷ്യർ ദോഷമുള്ളത് ആകിയാൽ അവർ വെളിച്ചത്തെക്കാൾ അധികം ഇരുളിനെ സ്നേഹിച്ച് തന്നെ തിന്മ പ്രവർത്തിക്കുന്നവൻ എല്ലാം വെളിച്ചത്തെ പായിക്കുന്നു. തന്റെ പ്രവർത്തിക്ക് ആക്ഷേപം വരാതിരിക്കാൻ വെളിച്ചത്തിലേക്ക് വരുന്നത്. സത്യം പ്രവർത്തിക്കുന്നവന്റെ വെളിച്ചത്തിൽ ദൈവത്തിൽ ചെയ്തിരിക്കാൻ അത് വെളിച്ചത്തിലേക്ക് വരുന്നു. നോക്കൂ, അവിടെ പദമുണ്ട്. ഞാൻ നേരത്തെ കണ്ടിരുന്നതാണ്. എവിടെയാണ് ആ പദമെന്ന് നോക്കിയാലേ നോക്കിയാലേ അറിയും. അവിടെ അതേ പദം കാണുന്നുണ്ട്. എന്നുള്ള പദമാണ് അവിടെ ശപിക്കപ്പെട്ടവൻ എന്ന് പറയാൻ ഉപയോഗിച്ചിരിക്കുന്നത്. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. 3 ലാസ്റ്റ് വേഴ്സ്. വിശ്വസിക്കാത്തവന് നിത്യജീവനുണ്ട്, വിശ്വസിക്കുന്നവനെ ജീവനെ കാണുകയില്ല, ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. ശ്രദ്ധിക്കണം. ഞാൻ നോക്കിയിട്ട് പറയാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ പറയണം, നമ്മുടെ കർത്താവ് വരുന്നു. മാറാനാഥ എന്നുള്ള പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ കർത്താവ് വരുന്നു. നമ്മുടെ സഭകളിലൊക്കെ ഒരു കാലഘട്ടത്തിലൊക്കെ സഭായോഗം കഴിഞ്ഞൊക്കെ പോകുമ്പോൾ ചിലർ പരസ്പരം ഗ്രീറ്റ് ചെയ്യുമ്പോൾ ഈ പദം ഉപയോഗിക്കാറുണ്ടായിരുന്നു. മാറാനാഥ എന്നുള്ള പദം ഉപയോഗിച്ച് വന്ദനം ചെയ്തിരുന്നു. നമ്മുടെ കർത്താവ് വരുന്നു എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ് പൗലോസ്. അങ്ങനെ പറഞ്ഞുകൊണ്ട്
തന്റെ ശുശ്രൂഷക്കാരുടെയും ഒടുവിലായിട്ട് പൗലോസ് തന്റെയും ശുശ്രൂഷക്കാരുടെയും പേരിൽ സഭയ്ക്ക് വന്ദനം അറിയിച്ച് സ്നേഹപൂർവ്വം അവരെ ആശീർവദിച്ചുകൊണ്ട് ഈ ലേഖനം ഉപസംഹരിക്കുകയാണ്. ഒക്കെ ഈ ലേഖനത്തിൽ അവരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുക, അവരുടെ ഇടയിലുള്ള തെറ്റുകളെ അവരെ ശാസിക്കുക, അപ്പോൾ തന്നെ അവരുടെ നന്മകളെ പ്രകീർത്തിക്കുക, ഇതെല്ലാം ചെയ്തിട്ട് ഒടുവിലായിട്ട് അവരെ സ്നേഹിച്ച് അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു നല്ല ഇടയനും അപ്പോസ്തലനുമായിരുന്നു പൗലോസ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം ഇവിടെ അവസാനിക്കുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച ദൈവം അനുവദിച്ചാൽ നമുക്ക് 2-ാമത്തെ ലേഖനം ആരംഭിക്കാം. ഇത് 4-ാം മാസത്തിന്റെ പകുതി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഇനിയുള്ള 2 മാസം കഷ്ടിച്ചുണ്ട്. അതുകൊണ്ട് 13 അധ്യായങ്ങൾ തീർക്കണം. നമുക്ക് എല്ലാവരും കൃത്യമായിട്ട് 7 മണിക്ക് തന്നെ ക്ലാസ്സിന് കയറി നമുക്ക് അല്പസമയമൊക്കെ ചിലപ്പോൾ 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ മുന്നോട്ട് പോകും. ആ 13 അധ്യായങ്ങളും പഠിപ്പിച്ച് തീർക്കാമെന്ന് പ്രതീക്ഷിക്കുകയാണ്. പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാൻ ചന്ദ്രൻ ബ്രദർ പ്രാർത്ഥിച്ചാണ്. ക്രിസ്ത്യേശിൽ കൂടി ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ നല്ല സായം സന്ധ്യയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിന്റെ മക്കളും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന കർത്താവെ, അവിടുത്തെ ദാസന്റെ കീഴിൽ നിന്ന് കർത്താവെ ദൈവവചനം പഠിക്കുവാൻ ധ്യാനിക്കുവാൻ ലഭിച്ച വിലയേറിയ സാവകാശത്തിന് നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നപ്പ. ദൈവിക ശാസ്ത്രത്തിൽ എഴുതപ്പെട്ട തിരുവചനം ഹൃദയം എന്ന മാംസപ്പലയിൽ എഴുതി കർത്താവെ രാവുകൾ ധ്യാനിക്കുകയും ആ ചട്ടപ്രകാരം ഓട്ടം തയ്ക്കാൻ ഞങ്ങൾ ഏവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകർക്കുമായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവെ ഞങ്ങൾ ഹല്ലേലൂയ ഈ നിമിഷം മത്തായി സാറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ശാരീരിക ക്ലേശങ്ങളുണ്ട് കർത്താവെ, പൂർണ്ണ സൗഖ്യം അവിടെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വരുംകാല ദിവസങ്ങളിൽ സന്തോഷത്തോടെ ഞങ്ങൾക്ക് ക്ലാസ് പറഞ്ഞു തരുവാൻ ദൈവം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ശുശ്രൂഷിച്ച ദൈവദാസനായി സ്തോത്രം. ആയിരങ്ങൾക്ക് 10,000-ങ്ങൾക്ക് പ്രയോജനമുള്ള ഒരു വിലപ്പെട്ട ദാസനായി ശോഭിപ്പാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ എല്ലാ സ്റ്റുഡന്റുമാരെയും വീണ്ടും അപ്പന്റെ കരങ്ങളിലേക്ക് പ്രാർത്ഥിക്കുന്നു. രാജ്യത്തിന്റെ പല ഭാഗത്തും കർത്താവെ ഞങ്ങൾ ജ്യോതിഷികളെ പോലെ പ്രകാശിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയും സമയം നീ കർത്താവെ അല്ലില്ലാതെ തിരുപ്പാദത്തിന്റെ അവിടുത്തെ പാദപീഠത്തിലിരിക്കുവാൻ ദൈവമായ കർത്താവ് ഞങ്ങളെ സഹായിച്ചതിനായി നന്ദി കർത്താവെ. കൊരിന്ത്യർ ലേഖനം കർത്താവെ 1 കൊരിന്ത്യർ 16 അധ്യായം പഠിക്കുവാൻ തൊക്കെ ഇടയാക്കിയതിനായി നന്ദി കർത്താവെ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവെ ഞങ്ങൾ പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കുവാനും ദൈവ സ്വർഗത്തിൽ നോക്കുമ്പോൾ തന്റെ മക്കളെ നോക്കി സന്തോഷിക്കുവാൻ തൊക്കെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മാനവും മഹത്വം കൊടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. Amen. Thank you, sir. Thank you, sir. Thank you. Thank you, sir.